نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد. اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ഏറ്റവും സ്നേഹാദരണിയായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, ലോകത്തിന്റെ സൃഷ്ടാവും നേതാവുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് ആദ്യമായി എല്ലാവരോടും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്, അഥവാ വസിയത്ത് ചെയ്യുകയാണ്. 1447 ഹിജ്റ പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. വർഷങ്ങളിലൊക്കെ മനുഷ്യൻ കണക്കാക്കുന്നത് സൂര്യന്റെയും ചന്ദ്രന്റെയും കൃത്യമായ അതിൻ്റെ ചലനമനുസരിച്ച് ആണ് മനുഷ്യർ വർഷങ്ങൾ കണക്കാക്കി വരുന്നത്. ഇസ്ലാമിക കലണ്ടർ പ്രകാരം ഇസ്ലാമിൽ വർഷമായി കൊണ്ട് നമ്മൾ കണക്കാക്കിയിരിക്കുന്നത്, ചരിത്രത്തിൽ ഇസ്ലാമിക കലണ്ടർ നിർമ്മിച്ചു അതിന് മാനദണ്ഡമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനമായ ഒരു ചരിത്ര സംഭവവുമായി ബന്ധപ്പെട്ടതാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഹിജ്റ എന്ന വാക്ക് കേൾക്കാത്തവരെല്ലാം നമ്മൾ അറിയും. എന്നാൽ ആ ഒരു ഹിജ്റ എന്നത് ഒരു കേവലമായ ഒരു യാത്രയല്ല. ഹിജ്റ എന്ന വാക്കിന് അർത്ഥം തന്നെ വെടിയുക എന്നതാണ്. ഒരു പ്രദേശത്ത്, ഒരു ദേശത്ത് അവിടെ ഇസ്ലാമികമായിട്ട് ജീവിക്കുവാൻ ഒരു നിലക്കും സാധിക്കാത്ത പക്ഷം, അതിനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് ആക്രമിക്കപ്പെടുന്ന ഒരവസ്ഥ സംജാതമാകുമ്പോൾ ആ നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക്, മറ്റൊരു സമാധാനമുള്ള സ്ഥലത്തേക്ക് പോകുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ അനുമതി, അങ്ങനെ കൃത്യമായ രീതിയിൽ അള്ളാഹുവിൻ്റെ ദീനെ അനുസരിച്ചിട്ട് ഒരു ഭൂമിയുടെ ഒരു ഭാഗത്ത് ഒരാൾക്ക് ജീവിക്കുവാൻ ഒരു നിലക്കും സാധിക്കുന്നില്ലെങ്കിൽ അയാളുടെ ദേശം വെടിഞ്ഞുകൊണ്ട് പോകുന്നതിനെയാണ് നമ്മൾ ഹിജ്റ എന്ന് പറയുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ ഹിജ്റ നമുക്കറിയാം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചതായിരുന്നില്ല യഥാർത്ഥത്തിൽ പ്രവാചകന്റെ ഹിജ്റ. മിക്ക പ്രവാചകന്മാർക്കും തങ്ങളുടെ ദൗത്യത്തിന്റെ പേരിൽ നാട് വിട്ട് പോകേണ്ടി വന്നതായിട്ട് നമുക്ക് ചരിത്രത്തിൽ കാണാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകനായ ആ ഒരു സമയം തന്നെ താനും ഞാനും ഈ നാട് വിട്ട്, ഞാൻ ജനിച്ച വളർന്ന
എന്നെ സ്നേഹിക്കുന്ന ഈ നാട്ടുകാരെ വിട്ട് പോകേണ്ടി വരുമെന്ന് തുടക്കത്തിൽ തന്നെ പ്രവാചകനുള്ള ഒരു അറിയിപ്പ് അല്ലെങ്കിൽ പ്രവാചകനുള്ള ഒരു വിവരം അദ്ദേഹത്തിന് ലഭിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 40 വയസ്സായപ്പോൾ തനിക്ക് നുബൂവത്ത് ലഭിച്ചപ്പോൾ ഹിറാ ഗുഹയിൽ ഇരിക്കുന്ന ആ സമയത്ത് പ്രവാചകന്റെ അടുക്കലേക്ക് മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ ആ ദിവ്യ സന്ദേശവുമായി പ്രവാചകന്റെ അടുത്ത് വന്നത് മുതൽ പ്രവാചകൻ അറിയില്ല ഇതാരാണ് വന്നത്, എനിക്ക് എന്ത് ദൗത്യമാണ് നൽകപ്പെട്ടത്, ഞാൻ ആരാണ് ആയത് എന്നൊന്നും തിരിയാതെ ഭയന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയുൾ ഖദീജ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പോയിക്കൊണ്ട് ആ ഖദീജ റളിയല്ലാഹു അൻഹ ആശ്വസിപ്പിച്ചു. എന്നിട്ട് പിറ്റേന്ന് ഖദീജയുടെ ബന്ധുവായ വേദ പണ്ഡിതനായ വറഖത്ത് ബിൻ നൗഫലിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അദ്ദേഹത്തോട് ഈ സംഭവങ്ങൾ വിശദീകരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, നിന്റെ അടുക്കൽ വന്ന ആ മാലാഖ ഈസാ നബിയുടെയും മൂസാ നബിയുടെയൊക്കെ അടുക്കൽ വന്ന ജിബ്രീൽ എന്ന മലക്കാണ്. ഇതുമുതൽ നീ പ്രവാചകനായിക്കൊണ്ട് നിന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്നത്. എന്നിട്ട് പറഞ്ഞു അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വറഖത്ത് ബിൻ നൗഫൽ എന്ന ആ വേദപണ്ഡിതൻ അദ്ദേഹം പഠിച്ച ആ അറിവിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്, നീ ഈ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ ഒരിക്കൽ നിനക്ക് ഈ നാട് വിട്ട് നിന്റെ ഈ ജനത നിന്നെ ഇവിടെ നിന്ന് ആട്ടി ഓടിക്കപ്പെടുന്ന ഒരു സാഹചര്യം നിനക്ക് വരാനുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, എന്നെ ഈ നാട്ടിൽ നിന്ന് പുറത്താക്കുകയോ? എന്നെ സ്നേഹിച്ച, എന്നെ വളരെയധികം സ്നേഹിക്കുന്ന, നമുക്കറിയാമല്ലോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെയധികം അവർക്ക് പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു. എല്ലാവിധ ജാഹിലിയ ദുസ്വഭാവങ്ങളുണ്ട് നടമാടിക്കൊണ്ടിരുന്ന ഒരു കാലത്ത് ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായിക്കൊണ്ട് ആളുകൾ അംഗീകരിച്ച എല്ലാവർക്കും പ്രിയപ്പെട്ട വ്യക്തിയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ പ്രവാചകൻ അത്ഭുതത്തോട് ചോദിക്കുകയാണ്, എന്നെ ഈ നാട്ടുകാർ പുറത്താക്കുകയോ? എനിക്ക് ഈ നാട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വരുന്ന ഒരവസ്ഥ വരികയോ? വറഖത്ത് ബിൻ നൗഫൽ പറഞ്ഞു, അതെ, എല്ലാ പ്രവാചകന്മാർക്കും താങ്കൾക്ക് മുമ്പ് വന്ന പ്രവാചകന്മാർക്ക് ഈ ഒരു അവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ താങ്കൾക്കും ഈ ഒരു അവസ്ഥ വരും. അന്ന് താങ്കളെ ബുദ്ധിമുട്ടിക്കുന്ന, ഈ നാട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്ന ആ ഒരു സമയത്ത് ഞാൻ അന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഞാൻ താങ്കളെ സഹായിക്കുമായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ ആ ഒരു പ്രവചനം യാഥാർത്ഥ്യമാവുകയാണ് പ്രവാചകന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു ഹിജ്റ എന്നത് അനിവാര്യമായ ഒരു ഘട്ടത്തിലാണ്. ചിലപ്പോൾ മനുഷ്യർക്ക് ഹിജ്റ, ഒരു നാട്ടിൽ നിന്നുള്ള പലായനം അനിവാര്യമായി വന്നേക്കാം. കാരണം അത് അനിവാര്യമായ സാഹചര്യത്തിൽ അത് നടത്തേണ്ടി വരും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് നിസായിലൂടെ പറയുന്ന ഒരു വാക്യമുണ്ട്, ഇന്നല്ലദീന തവഫാഹുൽ മലായികതു ളാലിമി അൻഫുസിഹിം ഖാലൂ ഫീമാ കുൻതും ഖാലൂ കുന്നാ മുസ്തദ്അഫീന ഫിൽ അർളി ഖാലൂ അലം തകുൻ അർളുല്ലാഹി വാസിഅതൻ ഫതുഹാജിറു ഫീഹാ ഫഉലൈക മഹ്വാഹും ജഹന്നമ വസഅത് മസീറാ. സത്യനിഷേധികളായിട്ടുള്ള ആളുകളെ, അക്രമികളായിട്ടുള്ള ആളുകളെ അവരുടെ റൂഹ് എടുക്കുന്ന സമയത്ത്, മലക്കുകൾ അവരെ പിടികൂടുന്ന സമയത്ത് അവരോട് ചോദിക്കും, ഖാലൂ ഫീമാ കുൻതും, നിങ്ങൾ എന്തായിട്ടായി, നിങ്ങൾ എന്താണ്, നിങ്ങളുടെ അവസ്ഥ എന്താണ്? അപ്പോൾ അവർ പറയും, ഖാലൂ കുന്നാ മുസ്തദ്അഫീന ഫിൽ അർളി, ഞങ്ങൾ ഭൂമിയിൽ വളരെ ദുർബലരായിരുന്നു, ഞങ്ങൾ അടിച്ചമർത്തപ്പെട്ടു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ. അപ്പോൾ അവരോട് പറയും, ഖാലൂ അലം തകുൻ അർളുല്ലാഹി വാസിഅതൻ, അല്ലാഹുവിന്റെ ഭൂമി വളരെ വിശാലമല്ലയോ? അല്ലാഹുവിന്റെ ഭൂമി എത്ര വിശാലമായിരുന്നു അല്ലാഹുവിന്റെ ഭൂമി. ഫതുഹാജിറു ഫീഹാ, അതിനാൽ നിങ്ങൾക്ക് പാലായനം ചെയ്തുകൂടായിരുന്നോ എന്ന് അവരോട് ചോദിക്കുമെന്നതാണ്.
എന്നാൽ അനിവാര്യമായ ഘട്ടത്തിലാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ അനുമതി കിട്ടിയതിന് ശേഷം മാത്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ ദൗത്യം നിർവഹിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എതിർപ്പുകളായിരുന്നു. കുടുംബത്തിൽ നിന്നും, വളരെ പ്രിയപ്പെട്ട ആളുകളിൽ നിന്നും ചീത്തയും മർദ്ദനങ്ങളും വർദ്ധിച്ചുകൊണ്ടിരുന്നു. പ്രവാചകനിൽ വിശ്വസിച്ച ആളുകൾക്കും ഒരുപാട് സഹിക്കേണ്ടി വന്നു. അങ്ങനെ ഒരുപാട് ക്ഷമിച്ചു. ഏകദേശം 10 വർഷത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് ക്ഷമിച്ചു. പക്ഷേ മർദ്ദനങ്ങൾ കൂടിക്കൊണ്ടിരുന്നു. അതിനിടക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുയായികൾക്ക് ഹിജ്റ പോകാനുള്ള അനുമതി കൊടുത്തു. എന്നാൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഒരു എല്ലാ ക്ഷമയും കൈകൊണ്ട് ആ ഒരു മർദ്ദനങ്ങൾ കൂടി വന്നപ്പോൾ പ്രവാചകന് നാട് വിട്ട് പോകേണ്ടി വന്ന അവസ്ഥ വന്നു. അള്ളാഹു അതിന് അനുമതി കൊടുത്തു. അത് വളരെ സങ്കടത്തോടുകൂടി താൻ തന്നെയാക്കിയ ഒരുപാട് ആളുകളെ, ഇഷ്ടപ്പെടുന്ന ആളുകളെയും ഒക്കെ വിട്ടുകൊണ്ട്, മക്ക എന്ന ആ പുണ്യ ഭൂമിയെ വിട്ടുകൊണ്ട് പ്രവാചകൻ ഹിജ്റ പോകുന്ന ഒരു സന്ദർഭം. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഒരു വാക്യമുണ്ട്. യഖൂലു ലിമക്ക, മക്കയോട് പറയുകയാണ്, അല്ലാഹു ഇന്നക, മക്ക എൻ്റെ നാട്, ഇന്നക ലഖൈറ അർദില്ലാഹി വഹബ്ബു അർദില്ലാഹ്, അള്ളാഹിന്റെ ഭൂമിയിൽ ഏറ്റവും നല്ല മണ്ണാണ് ഈ ഒരു മക്ക എന്ന്. മക്കയെ പ്രണയിച്ച പ്രവാചകൻ, മക്കയെ സ്നേഹിച്ച പ്രവാചകൻ, ഇലയ്യ വലൗലാ അന്നി ഉഖ്രിജതു മിൻകി മാ ഖറജതു, നീ എന്നെ ഈ മണ്ണിൽ നിന്ന്, എന്റെ ഈ ജനത പുറത്താക്കിയിരുന്നെങ്കിൽ ഞാൻ ഈ മണ്ണ് വിട്ട് ഒരിക്കലും, വല്ലാഹി സത്യം, അല്ലാഹുവാണ് സത്യം, ഞാൻ ഒരിക്കലും ഈ നാട് വിട്ട് ഒരിക്കലും പോകുമായിരുന്നില്ല. മക്ക എന്ന ദേശത്തെ വെറുത്തുകൊണ്ടല്ല പ്രവാചകൻ പോയത്. തൻ്റെ ദേശത്തെ വളരെയധികം സ്നേഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം തീർച്ചയായും അനിവാര്യമായ ഘട്ടത്തിലാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മക്ക വിട്ട് പോകുന്നത്. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ എല്ലാ ബാധ്യതകളും തീർത്തിട്ടാണ് അവിടെ നിന്ന് മടങ്ങുന്നത്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ അമീനായിരുന്നു. അമാനത്ത് സ്വത്തുക്കൾ അന്നുണ്ടായിരുന്ന ആളുകൾ അദ്ദേഹത്തെയായിരുന്നു ഏൽപ്പിക്കല്. ദൂരയാത്രകൾക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോകുമ്പോൾ തൻ്റെ വിലപിടിപ്പുള്ള വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിക്കുന്നതിന് പകരം മുഹമ്മദ് നബിയുടെ അടുക്കലേക്ക്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നു അന്നത്തെ അറബികൾ. കാരണം അത്രയും അവർക്ക് പ്രവാചകനെ, നബിയെ വിശ്വസിച്ചിരുന്നു അവർ. അങ്ങനെ ഒരുപാട് സ്വത്തുക്കൾ, അങ്ങനെ ഒരുപാട് അമാനത്ത് വസ്തുക്കൾ, വിശ്വസിച്ച് ഏൽപ്പിച്ച വസ്തുക്കൾ, സാധനങ്ങൾ അന്ന് നബിയുടെ അടുക്കലുണ്ടായിരുന്നു. എന്നാൽ ഹിജ്റ പോകുന്ന സമയത്ത് എല്ലാം കൂടി പ്രവാചകൻ കൊണ്ടുപോയിരുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ എന്താ ചെയ്തത്? തൻ്റെ പുത്രനായ അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചുകൊണ്ടാണ് ആ സ്വത്തുക്കളെല്ലാം അത് അർഹർക്ക് തിരിച്ചു കൊടുക്കണമെന്ന നിർദ്ദേശം നൽകിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് ഹിജ്റ പോകുന്നത്. എല്ലാ ബാധ്യതകളും തീർത്തുകൊണ്ടാണ്. ചില ആളുകൾ നാട് വിട്ടുപോകും, പലായനം ചെയ്യും, ബാധ്യതകൾ വെച്ചുകൊണ്ട്. പലതും ഒളിച്ചോട്ടമായി കൊണ്ട് ഒരുപാട് ആളുകൾ പലായനം ചെയ്യുന്ന വാർത്തകളും കാഴ്ചകളും അനുഭവങ്ങളും നമുക്കുണ്ടാവും. എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ ബാധ്യതകളും തീർത്തുകൊണ്ടാണ് അദ്ദേഹം പോയത്. എന്നാൽ ആ ഒരു എത്തിപ്പെട്ട സ്ഥലത്ത് തീർത്തും സൗഹാർദ്ദപരമായ സമീപനമായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചത് എന്ന് നമുക്കറിയാം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് വിശ്വാസികളുള്ള തൻ്റെ അനുയായികളായി തീർന്ന ഒരുപാട് ആളുകൾ മദീനയിൽ ഉണ്ടായിരുന്നു. എന്നാൽ പ്രവാചകനിൽ വിശ്വസിക്കാത്ത, ഇസ്ലാം സ്വീകരിക്കാത്ത ജൂതന്മാരെ പോലുള്ള ആളുകളും അന്യമതസ്ഥരായിട്ടുള്ള ആളുകളും ഉണ്ടായിരുന്നു. എന്നാൽ അവരോട് കൃത്യമായ രീതിയിൽ ഉടമ്പടികൾ ഉണ്ടാക്കിക്കൊണ്ട്, സമാധാന കരാറുകൾ ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിന്റെ തുടക്കമെന്ന് നമുക്കറിയാം. അതാണ് ഇസ്ലാമികമായ നിലപാട്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുംതഹിനയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചല്ലോ, ലാ യൻഹാകുമുല്ലാഹു അനിൽ ലദീന ലം യുഖാതിലൂകും ഫിദ്ദീനി വലം യുഖ്റജൂകും മിൻ ദിയാരികും അൻ തബറുഹും വതുഖ്സിതു ഇലൈഹിം ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ. അല്ലാഹു പറയുകയാണ്, നിങ്ങളുടെ മതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത ആളുകൾ,
നിങ്ങളെ വീട്ടിൽ നിന്ന് പുറത്താക്കാത്ത ആളുകൾ, നിങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കാത്ത ആളുകൾ, നിങ്ങളുടെ അക്രമവുമായി വരാത്ത ആളുകൾ, അവരോട് നിങ്ങൾ നീതി കാണിക്കണം. അവരോട് നിങ്ങൾ അനീതിപരമായി പെരുമാറരുത്. നിങ്ങളോട് യുദ്ധം ചെയ്യാൻ വരുന്ന, നിങ്ങളെ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കുന്ന ആളുകളോട് മാത്രമാണ് നിങ്ങൾ, അല്ലാത്ത ആളുകളോട് നിങ്ങൾ നീതിപൂർവം അവരോട് സമാധാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി വർത്തിക്കണമെന്നാണ് വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനം. അള്ളാഹു നീതി പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഒരുപാട് പാഠങ്ങളാണ് ഹിജ്റയിൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിലൂടെ നമുക്ക് ഒരുപാട് പാഠങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രതിസന്ധിയിലൂടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ പോകുന്നത്. അള്ളാഹുവിന്റെ റസൂലിനെ കൊന്നുകളയാൻ വേണ്ടി ഖുറൈശികൾ ചട്ടകെട്ടി ഇറങ്ങിയ ഒരു സന്ദർഭമായിരുന്നു പ്രവാചകന്റെ ഹിജ്റ. കണ്ടെടുത്ത് വെച്ച് കൊന്നുകളയാൻ, ഒന്നും നോക്കണ്ട എന്നുള്ള തീരുമാനമായിരുന്നു അവർക്ക്. മാത്രമല്ല, പ്രവാചകനെ വധിക്കുന്നവർക്ക് അവർ വലിയ പാരിതോഷികങ്ങൾ, വലിയ സമ്മാനങ്ങൾ അവർ പ്രഖ്യാപിച്ചു. ആ മോഹിപ്പിക്കുന്ന സമ്മാനത്തിന് വേണ്ടി പലരും പുറപ്പെട്ടു. എന്നാൽ പ്രവാചകന്റെ ഉറ്റമിത്രമായ സ്നേഹിതനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടിക്കൊണ്ട് പ്രവാചകൻ ഹിജ്റ പോവുകയാണ്, ആരും കാണാതെ. അങ്ങനെ അവർ ഒരു ഗുഹയിൽ ഒളിക്കുകയാണ്. എല്ലാവരും, ശത്രുക്കളെല്ലാവരും ചുറ്റുപാടും അവർ പ്രവാചകന് വേണ്ടി തിരയുകയാണ്, കണ്ടാൽ കൊന്നുകളയാൻ വേണ്ടി. അങ്ങനെ അവർ കഴിച്ചു കൂട്ടിയത് സൗർ എന്ന ഗുഹയിലാണ്. 3 ദിവസമാണ് ആ ചെറിയ ഗുഹയിൽ, പാമ്പ് വരുന്ന ആ ഒരു ചെറിയ ഗുഹയിൽ അവർ കഴിച്ചു കൂട്ടിയത്. ആ ഒരു സന്ദർഭത്തെ കുറിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓർമ്മിക്കുന്നുണ്ട്. അദ്ദേഹം പറയുകയാണ്, ഞാനും പ്രവാചകനും ആ ഗുഹയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ അങ്ങനെ ശത്രുക്കളെല്ലാവരും അവിടെ ഇവിടെയൊക്കെ പരതി സമയത്ത് ഞങ്ങളിങ്ങനെ കുനിഞ്ഞു നിൽക്കുകയാണ്. അവരുടെ കാൽപാദങ്ങൾ ഞങ്ങളിങ്ങനെ കാണുന്നുണ്ട്. അവരിൽ ഒരാൾ കുനിഞ്ഞിരുന്ന് നോക്കിയാൽ ഞങ്ങളെ കാണും. പിന്നെ ഞങ്ങളുടെ കഥ കഴിയുമായിരുന്നു. അത്രയും അവസ്ഥയിൽ. എന്നാൽ ശത്രുക്കൾക്ക് അവരെ നോക്കുവാൻ, ഒന്ന് കുനിഞ്ഞു നോക്കുവാൻ, അതിലേക്ക് നോക്കുവാൻ, പരിശോധിക്കുവാൻ അവർക്ക് തോന്നാത്ത ഒരു സാഹചര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിക്കൊണ്ട് അല്ലാഹു അവരെ സഹായിച്ചു. അപ്പോൾ എനിക്ക് വളരെയധികം ഭയമായിരുന്നു. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഫഖാല മാ വന്നക യാ അബൂബക്കർ, അബൂബക്കർ താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? ബിസ്നൈനില്ലാഹു സാലിസുഹുമാ, നമ്മൾ രണ്ടാളുമല്ലാതെ നമ്മോടൊപ്പം അല്ലാഹ് പടച്ച തമ്പുരാനില്ലേ നമ്മോടൊപ്പം എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂട്ടുകാരനോട് ചോദിച്ചത്. ആ ഒരു സന്ദർഭം വിശുദ്ധ ഖുർആനിൽ ആയത്തായി കൊണ്ട് അവതരിച്ചിട്ടുണ്ട്. ഇത് ഹുമാ ഫിൽ ആലി ലാ ഇത് യഖൂലു ലിസ്വാഹിബിഹി, അവർ രണ്ടുപേരും ആ ഒരു ഗുഹയിൽ ഒരുമിച്ച് കൂടിയപ്പോൾ ഒരാൾ തന്റെ കൂട്ടുകാരനോട് പറഞ്ഞ ഒരു സന്ദർഭം എന്താണ്? പറഞ്ഞ വാക്യം, വലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ, നീ ദുഃഖിക്കേണ്ട, തീർച്ചയായും നമ്മോടൊപ്പം അല്ലാഹു ഉണ്ട് എന്നുള്ള വളരെ അർത്ഥവത്തായ വാക്യമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ കൂട്ടുകാരനോട്. പടച്ച തമ്പുരാനിലുള്ള തവക്കുലും അടിയുറച്ച ദൃഢവിശ്വാസവുമാണ് ആ ഒരു പ്രതിസന്ധി ഘട്ടത്തിലും അവർക്ക് അവരുടെ മുന്നിലേക്ക് വന്നു. നമ്മൾ ആലോചിച്ച് നോക്കും സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങൾ വരുമ്പോൾ തവക്കുൽ നമുക്ക് ഇല്ലാതെ പോകുന്നുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം. വളരെയധികം വലിയ പ്രതിസന്ധികളാണ് അവർക്ക് മുന്നിൽ വന്നത്. അതേപോലെ തന്നെ മറ്റൊരു പാഠം എന്ന് പറയുന്നത് ആ ഒരു ഹിജ്റ എന്ന് പറയുന്നത് വളരെ വ്യക്തമായ രീതിയിലുള്ള ഒരു കൂടിയാലോചനയായിരുന്നു. വളരെയധികമുള്ള ആലോചനയിലൂടെയായിരുന്നു ആ ഹിജ്റ ഉണ്ടായത്. ഇസ്ലാമിൽ കൂടിയാലോചനകൾക്ക്, ശൂറകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായി കൊണ്ട് ഹിജ്റ നമ്മെ പഠിപ്പിക്കുന്നു. മാത്രമല്ല, വിശ്വാസികളുടെ ഒരു ഗുണമായി കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, വല്ലദീന ഇസ്തജാബു ലിറബ്ബിഹിം വഅഖാമുസ്സലാത വഅംറുഹും ശൂറാ ബൈനഹും വമിമ്മാ റസഖനാഹും യുൻഫിഖൂൻ. അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകുന്നവരാണ് അവർ വിശ്വാസികൾ. വഖാമുസ്സലാത, നമസ്കാരം കൃത്യമായി നമസ്കരിക്കുകയും പാലിക്കുകയും, വഅംറുഹും ശൂറാ ബൈനഹും, അവരുടെ ഇടയിൽ കൃത്യമായ ആലോചന അവർ നടത്തും. കൃത്യമായ രീതിയിൽ കൂടിയാലോചന നടത്തുന്നത് നമുക്കറിയാം. ഏതൊരു കാര്യത്തിനും, ഏതൊരു പ്രസ്ഥാനത്തിൻ്റെയും വിജയമാണ് കൃത്യമായ രീതിയിലുള്ള ശൂറ എന്ന് പറയുന്നത്. കൃത്യമായ രീതിയിലുള്ള മീറ്റിങ്ങുകൾ,
അവരെ അതിൽ നിന്ന് അള്ളാഹു നൽകിയതിൽ നിന്ന് അവർ ചിലവഴിക്കുകയും ചെയ്യും. നമുക്കറിയാം, ഹന്തക് എന്ന യുദ്ധം കിടങ്ങ് കഴിച്ചുകൊണ്ട് ശത്രുക്കളെ പരാജയപ്പെടുത്തിയ യുദ്ധം കൂടിയാലോചനയിലൂടെ ഒരാളുടെ അഭിപ്രായമായ ഒരു സ്വഹാബിയുടെ, സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു എന്ന ഒരു പേർഷ്യക്കാരനായ ഒരു സ്വഹാബിയുടെ അഭിപ്രായമായിരുന്നു അത്. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ബന്ധപ്പെട്ട് അപവാദമുണ്ടായപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ അലി റളിയല്ലാഹു അൻഹുവുമായിട്ട് കൂടിയാലോചിച്ചിട്ടുണ്ട്. എന്തിനു പറയുന്നു? ഇസ്ലാമിൽ ഭരണം തെരഞ്ഞെടുത്തപ്പോൾ, പ്രവാചകൻ തന്റെ പിൻഗാമിയെ തെരഞ്ഞെടുത്തപ്പോൾ അവർ പ്രവാചകന് ശേഷം സ്വഹാബികൾ കൂടിയാലോചനയിലൂടെയായിരുന്നു അടുത്ത ഭരണാധി, അടുത്ത ഖലീഫയെ തെരഞ്ഞെടുത്തത്. നമ്മൾ ആലോചിച്ച് നോക്കൂ. വളരെ വ്യക്തമായ രീതിയിൽ ഏകാധിപത്യം ഇസ്ലാമിൽ ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഒരുപാട് മഹത്തരമായ പാഠങ്ങളാണ് ഹിജ്റ നമുക്ക് നൽകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എല്ലാവരോടും ഉണർത്തുകയാണ്. അതുപോലെ മറ്റൊരു ഹിജ്റയിലൂടെ മറ്റൊരു പാഠമാണ് കൃത്യമായ ആസൂത്രണം. അത് പ്ലാനിങ്ങോടുകൂടിയായിരുന്നു ഹിജ്റ നടന്നത്. കൃത്യമായ കാരണം നമുക്കറിയാം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് കൃത്യമായ രീതിയിൽ മദീനയിൽ വന്ന ആ ഒരു ഹജ്ജിന് വന്ന ആളുകളുമായി കൊണ്ട് കൃത്യമായി ചർച്ച നടത്തുകയും അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുങ്ങിയിരുന്നു. കൃത്യമായ വഴി കണ്ടെത്തി. അതേപോലെ അവർക്ക് ഈ ഒരു ഒളിച്ചു താമസിക്കുന്ന അവസ്ഥയിൽ ഭക്ഷണം എത്തിക്കുവാൻ വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൻ അബ്ദുള്ളയെ ചുമതലപ്പെടുത്തി. അതുപോലെ ഒരു വഴികാട്ടിയായിക്കൊണ്ട് ഒരു അമുസ്ലിമിനെ ആയിരുന്നു തെരഞ്ഞെടുത്തത്. ചരിത്രത്തിൽ നമുക്ക് കാണാം. അങ്ങനെ കൃത്യമായി ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടികൾ കൊടുത്ത് കൃത്യമായ രീതിയിലുള്ള ഒരു പ്ലാനിങ് ഹിജ്റയിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അസ്മാ റളിയല്ലാഹു അൻഹ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകൾ ഭക്ഷണവുമായി കൊണ്ട് സൗർ ഗുഹയുടെ മുന്നിൽ വന്നപ്പോൾ ഒരിക്കൽ അവർ ഭക്ഷണം അവരുടെ വാഹനപ്പുറത്ത് വെച്ചു. പക്ഷേ അത് കെട്ടുവാനുള്ള കയറ് അവർ എടുക്കുവാൻ മറന്നു. അങ്ങനെ അസ്മാ റളിയല്ലാഹു അൻഹ തന്റെ അരപ്പട്ട കീറിക്കൊണ്ട് ആ ഭക്ഷണ പൊതി കെട്ടിയെന്ന ചരിത്രത്തിൽ നമുക്ക് കാണാം. അതുകൊണ്ട് ദാത്തു നിതാക്കൈ എന്ന്, അത് രണ്ട് ഇരട്ടപ്പെട്ടക്കാരി എന്ന് അവർക്ക് സ്ഥാനപ്പേര് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇങ്ങനെ വളരെയധികം കൃത്യമായ ഒരു രീതിയിലുള്ള ഒരു ആസൂത്രണം ഹിജ്റയിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹുവിന്റെ ധീരത എന്നുള്ളത്. അദ്ദേഹം പ്രവാചകൻ ഈ ഹിജ്റ പോകുവാൻ അവർ തീരുമാനിച്ചപ്പോൾ വീടിന്റെ മുന്നിൽ പ്രവാചകനെ വധിക്കുവാൻ വേണ്ടി ശത്രുക്കൾ കാത്തിരിക്കുകയാണ്. വീടിന്റെ ഉള്ളിൽ അവർ നോക്കുമ്പോൾ, ജനലിലൂടെ നോക്കുമ്പോൾ പുതച്ചു മൂടിക്കിടക്കുന്ന പ്രവാചകനെ അവർ കണ്ടു. എന്നാൽ പ്രവാചകൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ ആ പ്രവാചകന് പകരം അലി റളിയല്ലാഹു അൻഹുവിനായിരുന്നു അവരെ കിടത്തി പുതച്ചു മൂടിക്കിടന്നത്. നമ്മൾ ആലോചിച്ച് നോക്കുക, അലി റളിയല്ലാഹുവിന്റെ ഒരു മഹത്തായ ധീരതയാണ് ഇതിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഹിജ്റ എന്ന് പറയുന്നത് ഒരു ത്യാഗമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ ഒരു നമ്മുടെ നാട്ടിൽ വളരെയധികം സമാധാനത്തോടുകൂടി വളരെയധികം മതസ്വാതന്ത്ര്യത്തോടുകൂടിയും ജീവിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നമുക്കുണ്ട്. ഈ ഒരു സ്വാതന്ത്ര്യം നമ്മൾ ഉപയോഗപ്പെടുത്തുകയും അതിനുവേണ്ടി അതൊരു നിലനിൽക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മളെ ഹിജ്റ പോവേണ്ടത് നമ്മുടെ ഇച്ഛകളിൽ നിന്നാണ്, നമ്മുടെ ദേഹേച്ഛകളിൽ നിന്ന്, നമ്മുടെ തിന്മകളിൽ നിന്ന് നമ്മൾ നന്മയിലേക്കുള്ള ഒരു പാലായനം നമ്മൾ ഈ ഒരു ഹിജ്റ വർഷത്തിൽ, ഈ ഒരു പുതുവർഷത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, പരിശുദ്ധമായ മുഹറം മാസത്തിലാണ് നമ്മളുള്ളത്. ഹിജ്റ വർഷത്തിന്റെ ആരംഭം മാസം മുഹറമാണ്, പരിശുദ്ധമായ മാസമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു മാസത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമ ആശൂറ മുഹറം 10-ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് നോറ്റിയിരുന്നു. വഅമറ ബിസിയാമി, കൽപ്പിച്ചിരുന്നു. റസൂലുള്ളാഹി ഇന്നഹു തുഅല്ലിമുഹു യഹൂദ വന്നസാറ, അല്ലാഹുവിന്റെ റസൂലേ, അത് യഹൂദന്മാരും ജൂതന്മാരും ഒക്കെയല്ലേ അത് ആ ദിവസം നോമ്പ് അനുഷ്ഠിക്കുന്നത്. അതേ ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇദാ കാന ലആമില മുഖ്ബിലു ഇൻഷാ അല്ലാഹ്, നമ്മളും അത് നോമ്പ് നോക്കുന്നു. അടുത്ത വർഷം
ഞാനും ജീവിച്ചിരുന്നെങ്കിൽ അടുത്ത 9 കോടി ഞാൻ നോമ്പ് നോൽക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങൾ, 9ഉം 10ഉം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച മാസം ആ ഒരു നോമ്പാണ്. അതുകൊണ്ട് നമ്മൾ ആ ഒരു പ്രവാചകന്റെ സുന്നത്ത് നമ്മൾ പാലിക്കുക. അതേപോലെ തന്നെ ചില ആളുകൾ ഈ ഒരു മുഹറം മാസം ശകുനമായി കൊണ്ട് കണക്കാക്കുന്നു. എന്നാൽ നമുക്കറിയാം, ഇസ്ലാമിൽ ശകുനം എന്ന നെഹ്സ് എന്ന ഒരു സംഗതിയേ ഇല്ല. കാലത്തെ നിങ്ങൾ ചീത്ത പറയരുതെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. കാലം എന്ന് പറയുന്നത് ചീത്തകാലം, ചീത്ത ദിവസം, അങ്ങനെയൊരു സംഭവം ഇസ്ലാം പഠിപ്പിച്ചിട്ട് നിങ്ങൾക്ക് സംഭവിക്കുന്നതെല്ലാം അള്ളാഹു രേഖപ്പെടുത്തിയിട്ടല്ലാതെ നിങ്ങൾക്ക് സംഭവിക്കുകയില്ല. എന്നാൽ ചില ആളുകൾ ഇതിനെ നഹ്സായിക്കൊണ്ട് മുഹറം മാസത്തിലെ ഒരു പ്രവാചകന്റെ പുത്രൻ പേരക്കുട്ടി ഹുസൈൻ റളിയല്ലാഹുവിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നടന്നൊരു ചരിത്ര സംഭവം മുഹറം മാസത്തിൽ ഉണ്ട് എന്ന് നമുക്കറിയാം. ആ ഒരു ചരിത്രത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഒരു മുഹറത്തിലെ കുറച്ച് ദിവസങ്ങൾ ദുശഗുണമാണ് എന്ന രീതിയിൽ ഉള്ള വിശ്വാസം, ഈ വിശ്വാസത്തിൽ നിന്ന് നമ്മുടെ നാട്ടിലേക്ക് കടന്നു വന്ന വിശ്വാസമാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, അത്തരം അന്ധവിശ്വാസങ്ങളെ നമ്മൾ കരുതിയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ പാതയിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തുമാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകി. നമ്മിൽ നിന്ന് രോഗിയായി കഴിയുന്ന ഒരുപാട് ആളുകൾ, രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ, അതാ അല്ലാഹുവെ എല്ലാവരുടെയും രോഗത്തിന് ശിഫയാക്കി. അതാ അല്ലാഹുവെ എല്ലാവിധ ദുരന്തങ്ങളിലും ദുരിതങ്ങളിലും അല്ലാഹുവെ ഞങ്ങൾ നീ കാത്തുരക്ഷിക്കുന്നു. അതാ അല്ലാഹുവെ ഞങ്ങളുടെ നോമ്പും നമസ്കാരം സക്കാത്തും എല്ലാം നീ സ്വീകരിക്കണേ. അതാ അല്ലാഹുവെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് നീ പുറത്തു കൊടുക്കണേ. അതാ അല്ലാഹുവെ ഞങ്ങളുടെ നാടിന് നീ സമാധാനവും ശാന്തിയും നിലനിർത്തണേ. അതാ اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.